രാവിലെ 6:30ഓടെയാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. പന്തളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും തിരുവനന്തപുരത്ത് നിന്ന് കടയ്ക്കലിലേക്ക് പോയ കോഴ്സ് വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തി ചടങ്ങ് കഴിഞ്ഞ സംഘം കടയ്ക്കലിലേക്ക് കാറിൽ പോകവെയായിരുന്നു അപകടം. മരിച്ചവരെല്ലാം ബന്ധുക്കളാണ്. 3 പേർ സംഭവസ്ഥലത്തും മറ്റുള്ളവർ ആശുപത്രിയിലുമാണ് മരിച്ചത്. തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശികളായ സ്വനിഷ, വിജയമ്മ, രുക്മിണി, ഉഷ, അജിത്, ഉണ്ണിക്കുട്ടൻ, ക്വാളിസിന്റെ ഡ്രൈവർ ഷാജി എന്നിവരാണ് മരിച്ചത്. വാഹനങ്ങളുടെ കൂട്ടിയിടിയിൽ ബസ്സിലെ 25ലേറെ യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു. കൂട്ടിയിടിയെ തുടർന്ന് തകർന്ന ക്വാളിസ് വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട ക്വാളിസ് അമിത വേഗതയിലായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഓവർ സ്പീഡ് കാരണം എപ്പോഴും നടക്കുന്ന സ്ഥലമാണ്. ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി KB ഗണേഷ് കുമാർ എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. MC റോഡിലെ ഭരതന്നൂർ സ്ഥിരം അപകട മേഖലയാണ്. അടുത്തിടെ ഇവിടെയുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചിരുന്നു. ഇന്ത്യ വിഷൻ, കൊല്ലം.